ജയലളിത കഴിഞ്ഞ 3 മാസമായി ഹോസ്പിറ്റലിലായിരുന്നു. ഇതിനിടയ്ക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു സജ്ജീകരണങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഇടപെട്ടുകൊണ്ട് അങ്ങനെ കൂടുതൽ കേന്ദ്രസേനയെ പോലും ഇറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലമൊക്കെ പ്രത്യേകിച്ച് ചെന്നൈ കമ്മീഷണർ തന്നെ നേരിട്ട് എല്ലാ പോലീസുകാരോടും ഡ്യൂട്ടിയിൽ ഹാജരാവാൻ നിർദ്ദേശം നൽകുന്നു. ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ തമിഴ് മാധ്യമങ്ങൾ നൽകിയ ഈ ഒരു റിപ്പോർട്ടിനെ ഒക്കെ ഒരു സപ്പോർട്ട് നൽകുന്നതായിരുന്നില്ലേ? തീർച്ചയായിട്ടും തമിഴ് മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. പന്നീർസെൽവത്തെ നേതാവായി തെരഞ്ഞെടുക്കുന്നു. ഇതിൽ എല്ലാ MLA മാരെ കൊണ്ടും ആശുപത്രിയിൽ വെച്ച് തന്നെ ഒപ്പിടിയിപ്പിക്കുന്നു. അതിനുശേഷം 7 മണിയോടുകൂടി പാർട്ടി ആസ്ഥാനത്ത് 6 മണിയോടുകൂടി പാർട്ടി ആസ്ഥാനത്തേക്ക് എത്താൻ പറയുന്നു. എന്നാൽ ഏതാണ്ട് 6 മണിയോട് കൂടി തന്നെ അത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നു. ജയലളിത അന്തരിച്ചു എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നു. അതിനുശേഷം അപ്പോൾ ആശുപത്രി അധികൃതർ അന്തരിച്ചിട്ടില്ല എന്ന ഒരു മട്ടിൽ. അതായത് രാജീവ്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പ്രത്യേകിച്ച് സെപ്റ്റംബർ 22 അഡ്മിറ്റ് ആയ ശേഷം പോലും പലവർക്കും, ഒരുപക്ഷെ ഗവർണർക്ക് പോലും നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ജയലളിത. അതിനുശേഷം ഇന്നലെ ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം പല നേതാക്കളും കാണാനായെങ്കിലും ഇവരെ ആരും നേരിട്ട് കാണിക്കണ്ട എന്നല്ലെങ്കിൽ കാണാനുള്ള ഒരു സജ്ജീകരണം ഇല്ലായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം, നിലവിൽ ഹോസ്പിറ്റൽ പറയുന്നതാണ് അവസാന വാക്ക്. കാരണം ഹോസ്പിറ്റൽ ഡോക്ടർമാർ പറയുന്നതാണ് അവസാന വാക്ക്. അതിനും അപ്പുറത്തേക്ക് മറ്റ് പ്രചരിക്കുന്ന കാര്യങ്ങളിലൊന്നും അത് സത്യമുണ്ട് എങ്കിൽ പോലും, അല്ലെങ്കിൽ ഇല്ല എങ്കിലും അതിനെ തൽക്കാലം അടിസ്ഥാനമാക്കേണ്ട എന്നൊരു കാര്യത്തിലായിരിക്കുമോ? കാരണം ഈ ADMKയുടെ ആസ്ഥാനത്ത്, റായ്പേട്ടയിലെ ആസ്ഥാനത്ത് താഴ്ത്തിയിരുന്ന ആ പതാക വീണ്ടും ഈ ഒരു പ്രതീക്ഷ വന്നതോടുകൂടി കൊടി വീണ്ടും ഉയർത്തിക്കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ആശുപത്രി അധികൃതരാണ് അവസാന വാക്ക് പറയേണ്ടത് എന്നൊരു തീരുമാനത്തിലേക്കായിരിക്കും ADMK. തീർച്ചയായിട്ടും പാർട്ടി ആസ്ഥാനത്തും ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പം നിലവിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എന്തായാലും അവസാന വാക്ക് പറയേണ്ടത് ഡോക്ടർമാരും ആശുപത്രിയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ രേഖ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ജയലളിത അന്തരിച്ചിട്ടില്ല എന്ന തരത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അത് ജയലളിതയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവസാനവട്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന മട്ടിലാണ് ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിരിക്കുന്നത്. അതിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ, ആദരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ റിപ്പോർട്ടിങ്ങിലും മുന്നോട്ട് പോകേണ്ടത്. മരണവാർത്ത പക്ഷേ പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്, പാർട്ടി നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് തമിഴ് ചാനലുകളിൽ മുഴുവനായി വന്നു. ദേശീയ ചാനലുകളും ദേശീയ മാധ്യമങ്ങളും ഇത്തരത്തിൽ റിപ്പോർട്ടിങ്ങിലേക്ക് മാറി. മലയാളം മാധ്യമങ്ങളും അത്തരത്തിലുള്ള റിപ്പോർട്ടിങ്ങിലേക്ക് മാറി. എന്നാൽ ഇപ്പോൾ അപ്പോൾ ആശുപത്രി അധികൃതർ ഇക്കാര്യം മരിച്ചിട്ടില്ല എന്ന സ്ഥിരീകരണവുമായി രംഗത്തുവെച്ച പശ്ചാത്തലത്തിൽ ജയലളിത അന്തരിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച്. ഒരുപക്ഷെ ഹോസ്പിറ്റലിലെ ഭാഗത്തുനിന്നും ഒരു ചെറിയ വീഴ്ച കൂടിയില്ലേ രാജീവ്? നമുക്കറിയാം, ഇത്ര നേരം, പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയാണ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, കാർഡിയാക് അറസ്റ്റ്, അത് ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് പോയി എന്ന് ഇന്നലെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ഈ കാര്യങ്ങളിലുള്ള അഭ്യൂഹങ്ങൾ ഒഴിവാക്കാനായി ഇത്ര വൈകിയാണ് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയിട്ടുള്ളത് എന്നുകൂടി പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ വിധത്തിലേക്ക് എത്തിച്ചതുകൂടി ആവില്ലേ? മീൻസ് അങ്ങനെ ഒരു വിധത്തിലേക്ക് എത്തുക കൂടി ചെയ്തില്ലേ? സൗമ്യ, ജയലളിതയുടെ അന്തരിച്ചു എന്ന തരത്തിലുള്ള വാർത്ത തമിഴ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ പിന്നാലെയാണ് അണികളും ഇക്കാര്യം ഒരു തരത്തിൽ അക്കാര്യത്തോട് പ്രതികരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഇതൊരു വാർത്തയായി സ്പ്രെഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചില അക്രമങ്ങൾ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുകയുണ്ടായി. ഈ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് ഒരു പക്ഷേ അപ്പോളോ ആശുപത്രി അധികൃതർ ഇപ്പോൾ തന്നെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കാൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന സൂചന ഉച്ചക്കലത്തെ മെഡിക്കൽ ബുള്ളറ്റിന് ശേഷം പതാക പൊക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതായത് പാർട്ടിക്ക് വരെ, ജയലളിത പ്രതിനിധാനം ചെയ്യുന്ന AIADMK എന്ന പാർട്ടിക്ക് വരെ ഇക്കാര്യത്തിൽ മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വാർത്ത അങ്ങനെ പാർട്ടി ആസ്ഥാനത്ത് പോലും ലഭ്യമാകണമെങ്കിൽ ഡോക്ടർമാർ നൽകിയിട്ടില്ലെങ്കിൽ അത് പാർട്ടി നേതാക്കളിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. അതായത് ആശുപത്രിക്കുള്ളിൽ AIADMKയുടെ ഏറ്റവും മുതിർന്ന പാർട്ടി നേതാക്കളുണ്ട്. ആ പാർട്ടി നേതാക്കൾ അറിയാതെ ഒരിക്കലും പാർട്ടി ആസ്ഥാനത്ത് പതാക താഴ്ത്തിക്കെട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഡോക്ടറുടെ അല്ലെങ്കിൽ അപ്പോളോ ആശുപത്രി അധികൃതരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരികയും ആ മെഡിക്കൽ ബുള്ളറ്റിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വീണ്ടും ജയലളിതയ്ക്ക് ജീവന് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണെന്ന ആ ആശ്വാസത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകരുള്ളത്, അവിടുത്തെ അണികളുള്ളത്, ആരാധകരുള്ളത്. ജയലളിതയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള. ഏതായാലും നിലവിൽ ഈ ഒരു വിഷയം, അതായത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ഇങ്ങനെ ഒരു പാനിക് വാർത്ത പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അത് സത്യമല്ല. ഇപ്പോൾ
ഇപ്പോഴും ജയലളിതയുടെ ജീവൻ നിലനിർത്താനുള്ള കഠിന ശ്രമത്തിലാണ് എയിംസിൽ നിന്നുള്ള ഡോക്ടർമാരും ഒപ്പം അപ്പോളോയിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു വാർത്ത കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ നിരവധിയായ സൺ ടി വി അടക്കമുള്ള തമിഴ് ചാനലുകളൊക്കെ തന്നെയും ജയലളിത മരിച്ചു എന്ന വാർത്ത നൽകിയിരുന്നു. AIADMKയുടെ മുതിർന്ന നേതാക്കളെ കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു ഇങ്ങനെയൊരു വാർത്ത നൽകിയിരുന്നത്. എന്നാൽ അല്പം മുമ്പാണ് ഈ വാർത്ത പ്രചരിച്ച ഒരു 15 മിനിറ്റിന് ശേഷമാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ഇങ്ങനെയൊരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി വരുന്നത്. ജയലളിത ഇപ്പോഴും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ജയലളിതയുടെ മരണം സംഭവിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണ് എന്ന തരത്തിൽ ഉള്ള മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി വന്നിരിക്കുന്നത്. ഒരുപക്ഷെ രാജീവ്, ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിന് മുമ്പിൽ ഉണ്ടായ സംഭവങ്ങൾ പോലും ഒഴിവാക്കേണ്ടതായിരുന്നു അങ്ങനെയെങ്കിൽ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ജനങ്ങൾ പണിക്കായി പരസ്പരം കല്ലുകൾ വലിച്ചെറിയുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു. പോലീസിന് ഇടപെടേണ്ട ഒരു അവസ്ഥ ഒക്കെ കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സൗമ്യ, ഒരുപക്ഷെ ഈ വാർത്ത പ്രചരിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാകണം അണികൾ അക്രമാസക്തരാകുന്നത്. നമുക്കറിയാം തമിഴ്നാട്ടിലെ അവരുടെ ജയലളിതയുടെ ആരാധക വൃന്ദം എന്ന് പറയുന്നത് മരണം പോലും വരിക്കാൻ, ജയലളിതയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ആരാധകർ, അതുപോലെ തന്നെ ജയലളിതയുടെ വാർത്ത TV-യിൽ കാണുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു വലിയ ജനസഹസ്രത്തിൻ്റെ പിന്തുണ ഉള്ള ഒരു നേതാവാണ് ജയലളിത. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ കാര്യങ്ങൾ, ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിനെ അനുസരിച്ച് മാത്രമേ നമ്മളിപ്പോൾ മുന്നോട്ട് നീങ്ങാനാവൂ, നമുക്കും മുന്നോട്ട് നീങ്ങാനാവൂ. പാർട്ടി വൃത്തങ്ങളെയോ പാർട്ടി നേതാക്കളെയോ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിങ്ങിലേക്ക് ഇപ്പോൾ പോയിക്കൂടാ എന്നുള്ളത് തന്നെയാണ് വാസ്തവം. എന്തായാലും തമിഴ് മാധ്യമങ്ങൾ അവിടുത്തെ AIADMK നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് നൽകിയ വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിലൊരു അഭ്യൂഹം ഉണ്ടായത്. ഈ അഭ്യൂഹം അകറ്റാൻ സഹായിച്ചത് അപ്പോളോ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനാണെന്നതും ശ്രദ്ധേയമാണ് സൗമ്യ. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി എങ്ങനെയാണ് രാജീവ്? പ്രത്യേകിച്ച് വിവിധ മാധ്യമങ്ങളാണ്, തമിഴ് മാധ്യമങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നത്. ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ, അതായത് ഈ AIADMKയുടെ ആസ്ഥാനത്തെ കൊടി താഴ്ത്തി കെട്ടുന്നത് അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കൊടി വീണ്ടും ഉയർത്തിക്കെട്ടി കൂടുതൽ ജനങ്ങൾ വീണ്ടും അല്ലെങ്കിൽ AIADMK അണികൾ സന്തോഷത്തോടെ ആർപ്പ് വിളിക്കുന്ന ശബ്ദമൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ വീണ്ടും തമിഴ്നാട്ടിലെ സാഹചര്യങ്ങൾ വീണ്ടും നിയന്ത്രണത്തിലേക്ക് എത്തുന്നൊരവസ്ഥ കൂടിയായിരിക്കും. സൗമ്യ, ഒരു പക്ഷേ ഇന്നത്തെ 7 മണിയുടെ AIADMK നേതാക്കളുടെ യോഗം വളരെ നിർണായകമെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. സാധാരണഗതിയിൽ ഇത്തരം പൊളിറ്റീഷ്യൻസ് ഒക്കെ അന്തരിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളുണ്ട്. ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിക്ലറേഷൻസ് ഒക്കെ വരാറ്. നമുക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഈ ഡിക്ലറേഷൻസ് ഒക്കെ ഒഫീഷ്യൽ ഡിക്ലറേഷൻസിന്റെ പിന്നാലെ പോവുകയെ മാധ്യമപ്രവർത്തകരായ നമുക്കും നിവൃത്തിയുള്ളൂ. മറ്റു വാർത്തകൾ നമുക്ക് പല ഈ ജനങ്ങൾ ഈ ഒരു വിഷയത്തെ എത്ര വൈകാരികമായി കാണുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. അത് ജയലളിത ജയിലിൽ പോയ സമയത്തും അല്ലെങ്കിൽ MGRന്റെ മരണസമയത്തും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ട്, ജയലളിത ആശുപത്രിയിലാണ് എന്നതറിഞ്ഞു തന്നെ ഏതാണ്ട് 4 പേർ ഹൃദയാഘാതം വന്ന് മരിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവളത്ത് ലേക്കിൽ 2 സ്ത്രീകൾ ചാടി ആത്മഹത്യ ചെയ്തു. ഓൾഡ് മഹാബലിപുരം റോഡിൽ കോവളത്തിനടുത്തുള്ള ലേക്കിൽ 2 സ്ത്രീകൾ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ. തീർച്ചയായിട്ടും ഇത് തമിഴ്നാട് സർക്കാർ മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയിൽ മാത്രം 15,000-ൽ പരം പോലീസുകാരെയാണ് അണിനിരത്തിയിട്ടുള്ളത് എന്ന് കാണുമ്പോൾ തന്നെ എത്ര സീരിയസ് ആയിട്ടാണ് തമിഴ്നാട് സർക്കാർ ഇത്തരത്തിൽ ജയലളിതയുമായി ബന്ധപ്പെട്ട ഏതൊരു വാർത്തയെയും ആരാധകർ അല്ലെങ്കിൽ അണികൾ എങ്ങനെ പിന്തുടരും എന്നതിനെക്കുറിച്ച് വളരെ ആശങ്ക സർക്കാരിനുണ്ട് എന്നും തന്നെ നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളാണ്. കാരണം അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയ പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ വൈകാരികത എല്ലാ ഇപ്പോഴും ഒരു ജനവിഭാഗമാണ് തമിഴ്നാട്ടിലുള്ള തമിഴ് മക്കൾ. ജയലളിതയുടെ മരണത്തോട് അത്രയും വൈകാരികമായി തന്നെയാണ് അവർ പ്രതികരിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു വാർത്തയോട് ഇത് വ്യാജമാണോ ഒറിജിനലാണോ എന്നതൊക്കെ ഇനി വരുന്ന സമയമാണ് തെളിയിക്കേണ്ടത്. കാരണം പ്രമുഖരുടെ മരണവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് വരുന്ന വാർത്തയും സ്ഥിരീകരിച്ചതിന് ശേഷം വന്ന വാർത്തയും കുറേ കാലത്തിന് ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങൾ നൽകിയിരുന്ന വാർത്ത ശരിയാണ് എന്ന് പറയുന്ന സംഭവവികാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മൾ മരിച്ചതായൊരു വാർത്ത തമിഴ് മാധ്യമങ്ങളിൽ വന്നു. തമിഴ് മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തത് കൃത്യമായി തന്നെ നേതാക്കളെ ഉദ്ധരിച്ചാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ആസ്ഥാനത്ത് കൊടി താഴ്ത്തിക്കെട്ടുന്ന സംഭവവികാസം
സംഭവവികാസങ്ങൾ ഉണ്ടായി. പനീർ സെൽവത്തെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. 6 മണിക്കുണ്ടായിരുന്ന MLA-മാരുടെ യോഗം 7 മണിയിലേക്ക് മാറ്റി പാർട്ടി ആസ്ഥാനത്തേക്ക് നേതാക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു ഔദ്യോഗികമായ ഒരു തീരുമാനം അല്ലെങ്കിൽ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കേണ്ടത്. ഒരർത്ഥത്തിൽ മെഡിക്കൽ ബുള്ളറ്റിനെ ഫോളോ ചെയ്യുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നതനുസരിച്ച് ജയലളിത അന്തരിച്ചിട്ടില്ല. ജയലളിത ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ഇപ്പോഴും ജീവിക്കുകയാണ്. ഒരുപക്ഷെ സെപ്റ്റംബർ 22 ഹോസ്പിറ്റലായപ്പോൾ മുതൽക്കേ തന്നെയും ഇങ്ങനെയുള്ളൊരു വലിയ ആശങ്കകൾ പല ഘട്ടത്തിലും പല കാര്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം രാജീവ്, ഇത് കോടതിയിലേക്ക് പോലും പോയ വിഷയമാണ്. കോടതിയിലേക്ക് പോലും ഹർജിയായി എന്താണ് കാര്യങ്ങളെന്ന് പറയേണ്ടതുണ്ട്, അതറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന തരത്തിലേക്കൊക്കെ ഒരു ഹർജി പോകുന്നവരൊക്കെ അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം, കാരണം മറ്റ് സംഭവങ്ങൾ പോലെയല്ല, പ്രത്യേകിച്ച് ജയലളിതയുടെ വിഷയത്തിൽ എങ്ങനെയാണ് തമിഴ്നാട്ടിലുള്ളവർ, അത് AIADMK അണികൾ മാത്രമല്ല സാധാരണക്കാരെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞുകൊണ്ടുകൂടി വേണം ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ എന്നതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടാകില്ലേ ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ. പ്രത്യേകിച്ച് ഇന്നലെ ഹോസ്പിറ്റൽ കാർഡിയാക് അറസ്റ്റ് മൂലം ഹോസ്പിറ്റലിലാകുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം പിന്നീട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നും വലിയൊരു മൗനമായിരുന്നു. ഇങ്ങനെ പല വാർത്തകളും സ്ഥിരീകരിക്കുമ്പോഴും ജനങ്ങളുടെ മുൻപിലേക്ക് വന്ന് ഇക്കാര്യങ്ങൾ പറയാൻ ആർക്കും, പ്രത്യേകിച്ച് AIADMK ഹോസ്പിറ്റലിൽ നിന്നൊരു നിർദ്ദേശം നൽകിയാലേ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള എന്തെങ്കിലും വാർത്തകൾ ഉണ്ടായാലേ AIADMK നേതാക്കൾക്ക് പോലും അത് ജനങ്ങളോട് പറയാനാകൂ. ഈ ഒരു സാഹചര്യമൊക്കെ അല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്? സൗമ്യ, ജയലളിതയെ ചികിത്സിക്കുന്ന ലണ്ടനിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വരെ കൃത്യമായി വളരെ നിർണായകമായ സംഭവവികാസങ്ങളിൽ മണിക്കൂറുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി തന്നെ പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ റിലീസും പുറത്തു വന്നു. അവസാനം വട്ട ശ്രമത്തിലാണ് എന്ന തരത്തിലുള്ള റിലീസും പുറത്തു വന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലം കൂടി കാണണം ഇത്തരത്തിലുള്ളൊരു വാർത്ത ഒറിജിനേറ്റ് ചെയ്യാനും ഈ വാർത്ത പരക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്ന കാര്യവും ഒക്കെ തന്നെ ചിന്തിക്കാൻ. എന്തായാലും തമിഴ്നാട്ടിൽ വലിയ ഒരു ആപത്ശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ടൊക്കെ വരുമ്പോഴും സ്ഥിരീകരിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഇത്രയേറെ സേനയെ വിന്യസിക്കുന്നു? ഇപ്പോൾ വെങ്കയ്യ നായിഡു മന്ത്രി അദ്ദേഹം അടക്കം ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ ഗവർണർ അവിടെ തന്നെ തുടരുന്നുണ്ട്. AIADMKയുടെ മീറ്റിംഗ് എന്തുകൊണ്ട് വിളിച്ചു ചേർത്തു? ഈ സുബ്രഹ്മണ്യ സ്വാമി പറയുന്ന ഈ ട്വീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ അത് ഔദ്യോഗികമല്ല, അത് മാറ്റി നിർത്താം. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇതൊക്കെയല്ലേ വലിയ സംശയങ്ങൾ ഉളവാക്കുന്നത്? സൗമ്യ, ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വലിയ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ആശുപത്രി അധികൃതരും അതിൽ തർക്കമൊന്നും പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ തമിഴ് ചാനലുകളിൽ വന്ന വാർത്തകളും തമിഴ് ചാനലുകളെ ഉദ്ധരിച്ച് മറ്റ് മീഡിയ നൽകിയ വാർത്തകളും പിൻവലിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അത് പിൻവലിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അപ്പോളോ ആശുപത്രി അധികൃതരുടെ മെഡിക്കൽ ബുള്ളറ്റിനാണ്. മെഡിക്കൽ ബുള്ളറ്റിനിൽ വളരെ ക്രിട്ടിക്കലാണ്. ഈ മെഡിക്കൽ ബുള്ളറ്റിന്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ആ നിർദ്ദേശം നൽകിയിരുന്നത് ഇത്തരം വാർത്തകൾ പിൻവലിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ചാനലുകളും ഈ വാർത്ത നൽകിയിരുന്ന പുതിയ തലമുറ, സൺ TV അടക്കമുള്ള ആ ചാനലുകളെല്ലാം ഈ ഒരു വാർത്ത പിൻവലിച്ചിട്ടുണ്ട്. രാജു, തീർച്ചയായും തമിഴ് മാധ്യമങ്ങൾ ഈ വാർത്ത പൂർണ്ണമായും പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇത് അപ്പോളോ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർത്ത പിൻവലിച്ചിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഇത് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്ത എന്ന തരത്തിലാണ് ഉള്ളത്. ഒരുപക്ഷെ ഡോക്ടർമാരിൽ നിന്ന് കേട്ടതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ശ്രുതിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ പാർട്ടി നേതാക്കൾ മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ നൽകുന്നത്. നമുക്കറിയാം തമിഴ്നാട്ടിലെ ഉന്നത മാധ്യമപ്രവർത്തകർ പോലും ഇപ്പോൾ അത്തരം മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മകളിൽ ഇത്തരത്തിൽ കൃത്യമായി ജയലളിത അന്തരിച്ചു എന്ന തരത്തിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന അനൌദ്യോഗിക സൂചനകളിൽ നിന്നായിരിക്കാം അത്തരത്തിലുള്ള വാർത്ത വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും തമിഴ് മാധ്യമങ്ങൾ അതിൽ നിന്ന് വാർത്ത പിൻവലിച്ചിട്ടുണ്ട്. ആ വാർത്ത പിൻവലിച്ച കാര്യങ്ങൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഒപ്പം ഇതിൽ ഏറ്റവും സുപ്രധാനമായി കാണേണ്ടത് അപ്പോളോ ആശുപത്രി അധികൃതരുടെ അവസാന മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെയാണ്. ജയലളിത ജീവിച്ചിരിക്കുന്നു, ജയലളിത ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. സൗമ്യ, ഈ ഒരു പശ്ചാത്തലത്തിലും AIADMKയുടെ മീറ്റിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിനെ കൂടി ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ജനങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കുകയായിരിക്കുമോ ഇനി ചെയ്യുക? തീർച്ചയായും രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഔദ്യോഗികമായി സർക്കാർ
ജയലളിതയ്ക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള സകല സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ തന്നെ. അത് ഒരു മുൻകരുതൽ എന്ന നിലയിൽ അത്തരത്തിലൊരു സംഭവം ഇപ്പോഴും ഈ അനിഷ്ട സംഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ലൈഫ് സേവിംഗ് അതായത് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ടീം ഡോക്ടർമാർ ജയലളിതയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാകുന്നത്. എന്തായാലും താഴ്ത്തിക്കെട്ടിയ പതാക വീണ്ടും ഉയർത്തിക്കെട്ടാനുള്ള ഒരു ആർജവം പാർട്ടി അണികൾക്ക് ഈ മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. സൗമ്യ, ഒരുപക്ഷെ ഈ ഒരു TV റിപ്പോർട്ടുകളുടെ, അതായത് തമിഴ് മാധ്യമങ്ങളുടെ ഒരു റിപ്പോർട്ടുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ആ വിധത്തിൽ പതാക താഴ്ത്തുകയോ അല്ലെങ്കിൽ കരിങ്കൊടി കെട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില AIADMK നേതാക്കളെ കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു ഈ തമിഴ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ഒരുപക്ഷെ അങ്ങനെ ഈ മീറ്റിങ്ങുകളിലേക്ക് വന്നപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ടായിരിക്കും. തീർച്ചയായും സൗമ്യ, പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാധ്യമപ്രവർത്തകരും നേതാക്കളെ ഫോണിൽ വിളിക്കാം, അങ്ങനത്തെ അത്തരത്തിൽ വാർത്തകൾ ആരായാം. നേതാക്കൾക്ക് ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾക്കനുസരിച്ച് ഇത്തരം വാർത്തകൾ അനൗദ്യോഗികമായി പുറത്തുവിടാം. അങ്ങനെ അനൗദ്യോഗികമായി പുറത്തുവിടുന്ന വാർത്തകൾ മാധ്യമങ്ങൾ നേതാക്കൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും തമിഴ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നിരിക്കുന്നു. അത് 5:52 വന്ന ഒരു മെഡിക്കൽ ബുള്ളറ്റിനാണ്. ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ കൃത്യമായി തന്നെ ഇത് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ജയലളിത ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്ത പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിയോഗിച്ച കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ഇപ്പോൾ ചെന്നൈയിൽ അപ്പോളോ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ കൂടി ഇതിനോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ പാർട്ടി അണികൾ താഴ്ത്തിക്കെട്ടിയ പതാക ഒരിക്കൽ കൂടി ഉയർത്തിക്കെട്ടിയിരിക്കുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. സൗമ്യ, അതായത് നിലവിലെ സാഹചര്യങ്ങൾ ഏതായാലും ഇപ്പോൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഒപ്പം തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും എല്ലാം കേന്ദ്ര സർക്കാരിന്റെ കൂടി നേതൃത്വത്തിൽ നടക്കുകയാണ് വേണം മനസ്സിലാക്കാൻ. അതായത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജയലളിത ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവിടെ ഒരുപക്ഷെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ നൽകിയെന്നാണ് അറിയാൻ സാധിച്ചത്. തമിഴ് മാധ്യമങ്ങൾ നൽകിയ AIADMK നേതാക്കളുടെ ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ. ലൈഫ് സേവിംഗ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവര് ഇപ്പൊ ഉള്ളത്. ഹലോ, പറഞ്ഞോളൂ. ലൈഫ് സേവിംഗ് സപ്പോർട്ട് കൂടിയാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ അവര്. പിന്നെ ഏതോ ഒരു ചാനൽ ഇങ്ങനെ മരിച്ചു എന്നും പറഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ എന്നിട്ട് അവിടെ അടിതടിയൊക്കെ ഉണ്ടായി. അവിടെ നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ആൾക്കാര് അടിയും പോലീസിൽ ലാത്തിചാർജും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെന്നൈയിലാണ്. പക്ഷെ നമ്മള് ഏരിയ ഒരു 10-15 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. നമ്മളും TV ചാനലിൽ കാണുന്നതാണെന്ന് മാത്രം. അതായത് ബാക്കി അല്ലാതെ ഈ അവിടെ ആളുകൾ കൂടി നിൽക്കുകയോ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന രീതിയിൽ ബഹളം വെക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോളോ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളുടെ ഏരിയയിലേക്കൊക്കെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ? എല്ലായിടത്തിലും സുരക്ഷയായിട്ടുണ്ട്. പോലീസാ മുഴുവൻ എല്ലായിടത്തിലും. നിങ്ങളുള്ള സ്ഥലത്തും എല്ലാം പോലീസ് ഉണ്ട്. മെയിൻ റോഡിലൊക്കെ പോലീസ് ഉണ്ട്. ആളുകളെല്ലാം വീട്ടിലേക്ക് പോകാനൊക്കെ ഒരു നേരത്തെ കോളേജല്ല, സ്കൂളൊക്കെ ഉച്ചയ്ക്ക് മൂടിയല്ലോ. കടകളൊക്കെ അടച്ചിരിക്കുകയാണ്. കടകൾ അടച്ചിട്ടുണ്ട്. ഈ പലയിടത്തും ഇടയ്ക്ക് കരിങ്കൊടി കെട്ടി അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. AIADMK ഓഫീസിന് മുമ്പിൽ നിന്നുള്ള കൊടി കാണിച്ചു. ആദ്യം ഒരു ചാനലിൽ കാണിച്ചു, പിന്നെ അവര് തന്നെ ശരിക്കും കെട്ടിവെച്ചു. അതൊക്കെ ഇറക്കി കെട്ടിയിരുന്നു, പകുതി വരയ്ക്ക് ഇറക്കി കെട്ടിയിരുന്നു. പിന്നെ അത് ഇപ്പൊ ഒരു 5 മിനിറ്റ്സ് ബിഫോർ അത് ചെയ്തു, തിരിച്ചു കെട്ടി. അതായത് മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിന് ശേഷമാണ് വീണ്ടും തിരിച്ചു കെട്ടിയിരിക്കുന്നത്. അതെ, മരിച്ചിട്ടില്ല എന്ന് വീണ്ടും അപ്പോളോ ഹോസ്പിറ്റൽ അധികൃതരെ പറഞ്ഞു. ലൈഫ് സേവിംഗ് സപ്പോർട്ടിലാണ് ഇരിക്കുന്നത്. ഈ AIADMK നേതാക്കൾ ജനങ്ങളെ കാണുമെന്നോ അവരോട് സംസാരിക്കുമെന്നോ AIADMK ആൾക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഇപ്പോഴത്തെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? ഇവരിപ്പോൾ മീറ്റിംഗിൽ അയാളെ തെരഞ്ഞെടുത്തു എന്നറിയാം, പന്നീർശെൽവത്തിന് തെരഞ്ഞെടുത്തു എന്നറിയാം. അതിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ മീറ്റിംഗ്. അതെ 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 അതെ. വളരെ നന്ദി ഞങ്ങളുടെ ഈ അവസരത്തിൽ
പങ്കുചേർന്ന് സംസാരിച്ചതിന്. ഏതായാലും നിലവിൽ പല മാധ്യമങ്ങളും തമിഴ് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് പല AIADMK നേതാക്കളുടെയും വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക പ്രചരിച്ചിരുന്ന പശ്ചാത്തലത്തിലൂടെ അവരെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു തമിഴ് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു അപ്പോളോ ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയത്. അതിൻ്റെ ഒരു ആ ബുള്ളറ്റിൽ തന്നെ പറഞ്ഞിരുന്നു, അവർ പ്രസ് റിലീസിൽ തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഉള്ള വാർത്തകൾ, അതായത് ജയലളിത അന്തരിച്ചു എന്നുള്ള വാർത്തകൾ പിൻവലിക്കണം, മാധ്യമങ്ങൾ അന്തരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവൻ നിലനിർത്താനുള്ള കഠിനമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന പ്രസ് റിലീസൊക്കെ വന്നതിന് ശേഷമാണ് വീണ്ടും മാധ്യമങ്ങൾ ആ വാർത്ത പിൻവലിച്ചു. തമിഴ് മാധ്യമങ്ങളാണ് ഇത്തരത്തിലൊരു വാർത്ത നൽകിയതായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു മെഡിക്കൽ ബുള്ളറ്റിനാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ AIADMKയുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. ഒരുപക്ഷെ രാജീവ്, ഇപ്പോഴും ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ, അതായത് നിലവിൽ നമുക്ക് ഔദ്യോഗികമായ വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും വിശ്വസനീയമായുള്ളത്, അതുകൊണ്ട് തന്നെ അപ്പോളോ ഹോസ്പിറ്റലിലെ ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തുന്നത്? തീർച്ചയായും മെഡിക്കൽ ബുള്ളറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വാർത്ത നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ജയലളിത അന്തരിച്ചിട്ടില്ല, ജയലളിതയുടെ ചികിത്സ തുടരുകയാണ്. ഒരു വലിയ സംഘം ഡോക്ടർമാർ ജയലളിതയ്ക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജീവൻ രക്ഷാ ഉപകരണങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ജയലളിതയുടെ ചികിത്സ നടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്തരിച്ചായി ചില തമിഴ് ചാനലുകൾ വാർത്ത കൊടുത്തതിന് പിന്നാലെ അപ്പോളോ ആശുപത്രിയുടെ മുമ്പിൽ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ആശുപത്രിക്ക് നേരെ കല്ലേറുമുണ്ടായി. ഇത്തരം വാർത്തകൾ ആശുപത്രി അധികൃതർ തള്ളി. അത് ഉടനെ തന്നെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയായിരുന്നു. നില ഗുരുതരമായി തുടരുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നുമുള്ള പുതിയ കുറിപ്പിൽ പറയുന്നത് ഇക്കാര്യങ്ങളാണ്. ചില ടെലിവിഷൻ ചാനലുകൾ ജയലളിതയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങളാണ് പുറത്തുവിടുന്നതെന്നും അപ്പോളോ ആശുപത്രി പുറത്തിറക്കിയ വാർത്താ ബുള്ളറ്റിനിൽ പറയുന്നു. പോലീസും DMK പ്രവർത്തകരും തമ്മിൽ ആശുപത്രിക്ക് സമീപം സംഘർഷമുണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. ചിലർ ആശുപത്രിക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട്. നഗരത്തിൽ മറ്റു ചില ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രവർത്തകർ തകർക്കാൻ പോളിമറും പുതിയതലമുറയും ആയിരുന്നു ഇങ്ങനെയുള്ള വാർത്ത കൊടുത്തിരുന്നത്. ഇപ്പോൾ അവർ ആ മാപ്പ് പറഞ്ഞുകൊണ്ട് ആ വാർത്ത പിൻവലിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും തമിഴ് ചാനലുകൾ, 2 ചാനലുകൾ, എടുത്തു പറയാവുന്ന 2 ചാനലുകൾ ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു. അവരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് മറ്റുള്ള നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള സന്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വാർത്ത നൽകിയിരുന്നത്. എന്തായാലും വാർത്ത ജയ TV നിഷേധിച്ചു, നേരത്തെ തന്നെ നിഷേധിച്ചാണ്. ഈ 2 വാർത്താ ചാനലുകളും മാപ്പ് പറഞ്ഞുകൊണ്ട് സംപ്രേഷണം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെയാണ് ഇപ്പോഴത്തെ ഔദ്യോഗികമായ സോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജയലളിതയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസാനപ്പെട്ട ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന വാർത്തയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ പീപ്പിൾ TV മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നേരത്തെ ആ ഒരു കണ്ടീഷൻ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 12 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ വീണ്ടും സ്ഥിതി കൺഫേം ചെയ്യാമെന്നാണ് ഇപ്പോൾ അപ്പോളോ അധികൃതർ പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ. രാജീവ്, തീർച്ചയായും ഇനി ആശുപത്രിയുടെ ഒഫീഷ്യൽ വെർഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ 12 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയാണ്. ജയലളിതയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർമാർ കൃത്യമായി തന്നെ നേരത്തെ ആശങ്ക പങ്കുവച്ചിരുന്നു. അത് ലണ്ടനിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വരെ ഇത്തരത്തിലുള്ള ആശങ്ക പങ്കുവച്ചിരുന്നു. അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളും ഇത്തരത്തിൽ ട്വിറ്ററിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ആശങ്ക പങ്കുവച്ചിരുന്നു. എന്തായാലും ജയലളിതയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. വലിയ ചില നിർദ്ദേശങ്ങൾ കൂടി അപ്പോൾ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഹോസ്പിറ്റലിനുള്ളിൽ ഉള്ളവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തടഞ്ഞിട്ടുണ്ട്, ഫോൺ ഉപയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തടഞ്ഞിട്ടുണ്ട്. 12 മണിക്കൂർ നേരത്തേക്ക് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ടതില്ല എന്നൊരു കാര്യത്തിലേക്കാണ് പോകുന്നത് എന്നാണ്. അതായത് ഒരുപക്ഷെ നമുക്കറിയാം എഗ്മോയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ശാരീരികമായ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിയുമ്പോഴാണ് എഗ്മോ ഉപയോഗിക്കുന്നത്. എഗ്മോ പോലും ഇത്ര മണിക്കൂർ നേരത്തേക്കൊക്കെ ശരീരം അല്ല ജീവൻ പിടിച്ചു നിർത്തുക എന്നതൊക്കെയാണ്, അല്ലെങ്കിൽ നിരന്തരമായ ഇത്തരത്തിൽ എഗ്മോ യൂസ് ചെയ്യാറില്ല. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ കൂടി ആയിരിക്കുമോ വീണ്ടും അവർ പൂർണ്ണമായും റിക്കവർ ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കുള്ളൊരു നിരീക്ഷണം കൂടി ആയിരിക്കുമോ ഈ ഒരു 12 മണിക്കൂർ കൂടി? തീർച്ചയായും ഒരു പക്ഷേ മെഡിക്കൽ ബുള്ളറ്റിന്റെ പ്രാഥമികമായ ദൗത്യം എന്ന് പറയുന്നത്
പ്രകോപിതരായ അണികളെ അവരുടെ വൈകാരിക വിക്ഷോഭങ്ങളെ തണുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ. കാരണം ഈ വാർത്ത തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വലിയ ഒരു സംഘർഷാവസ്ഥ തമിഴ്നാട്ടിൽ അരങ്ങേറിയിരുന്നു. പല ആശുപത്രിക്ക് മുന്നിൽ മാത്രമല്ല പലയിടങ്ങളിൽ ഇപ്പോൾ നേരത്തെ സൗമ്യ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആളുകൾ തടാകത്തിൽ ചാടി മരിക്കുക, ഹൃദയം പൊട്ടി മരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒക്കെ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ വാർത്താക്കുറിപ്പ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. എന്തായാലും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും തമിഴ്നാട്ടിൽ വളരെ സ്ഥിതി ആശങ്കാജനകമാണ്. കാരണം സംസ്ഥാനത്തുടനീളം AIADMK അണികൾ തങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി, തലൈവിക്ക് വേണ്ടി പ്രാർത്ഥനകളുമായി റോഡിൽ കഴിയുകയാണ്. അപ്പോളോ ആശുപത്രിയുടെ മുന്നിൽ ഒരു വലിയ ജനക്കൂട്ടം തന്നെ നമുക്ക് കാണാനാകും. എന്തായാലും ആശുപത്രി അധികൃതരുടെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതോടുകൂടി AIADMK ആസ്ഥാനത്ത് താഴ്ത്തിക്കെട്ടിയിരുന്ന പതാക ഒരിക്കൽ കൂടി ഉയർത്തിക്കെട്ടി ആഹ്ലാദാരവം മുഴക്കുന്ന അണികളെ നമുക്ക് കാണാനാകുന്നു. എന്തായാലും 7 മണിക്കുള്ള AIADMKയുടെ സുപ്രധാനമായ യോഗം, പാർലമെന്ററി പാർട്ടി യോഗം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എന്തായാലും അറിയിക്കും. എന്തൊക്കെയാണ് പാർട്ടി ചെയ്യാൻ പോകുന്നത്? അതായത് ജയലളിത വലിയ പ്രശ്നത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ പാർട്ടി ഓൾറെഡി പന്നീർസെൽവത്തെ നേതാവായി തിരഞ്ഞെടുക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. പന്നീർസെൽവത്തെ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തതിലൂടെ കൃത്യമായി തന്നെ നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്, ഒരു സന്ദേശമുണ്ട് ജയലളിതയുടെ ആരോഗ്യം സംബന്ധിച്ച് എന്ന് പറയേണ്ടി വരും. കാരണം ഇക്കാലഘട്ടങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ചുമതല ചികിത്സയ്ക്ക് കയറിയ അന്ന് മുതൽ വഹിച്ചിരുന്നത് ജയലളിത തന്നെയാണ്. വകുപ്പുകൾ മാത്രമാണ് പന്നീർസെൽവത്തെ പോലുള്ളവർ ഏറ്റെടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതല തന്നെ പന്നീർസെൽവത്തിന് നൽകാൻ പാർട്ടി തയ്യാറാവുന്നുവെങ്കിൽ ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാകും. എന്തായാലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അക്രമ സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ആയിരക്കണക്കിന് പേരാണ് അപ്പോളോ ആശുപത്രിയുടെ ചുറ്റും കൂടിയിട്ടുള്ളത്. മറ്റിടങ്ങളിൽ ഏതാണ്ട് ബന്ദ് പോലെ തന്നെയാണ് സംഭവങ്ങൾ ഉള്ളത്. വാഹനങ്ങൾ ഓടുന്നുണ്ട്, എന്നാൽ കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഓഫീസിലുള്ള ആളുകൾ എല്ലാം തന്നെ വീടുകളിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അണികളൊഴികെ ആരും എന്തായാലും പുറത്തിറങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അണികളാകട്ടെ ജയലളിതയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും മുദ്രാവാക്യം വിളിയിലുമാണ്. അവർ ആശുപത്രി ആ പരിസരത്ത് നിന്ന് മാറിപ്പോകാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഇത്തരത്തിൽ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അണികളുടെ ഈ വികാര വിക്ഷോഭം തണുക്കും. അതുകൊണ്ട് തന്നെ അക്രമങ്ങൾ കുറയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോഴും തമിഴ്നാട്ടിൽ ഒന്നാകെ തന്നെ ആശങ്കാജനകമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇനി പാർട്ടി എന്താണ് പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 12 മണിക്കൂർ സമയം കൂടി ഇതിൽ ഒരു അവസാന വാക്ക് പറയാൻ അപ്പോളോ അധികൃതർ ഈ ജയലളിതയുടെ ആരോഗ്യസ്ഥിതി നന്നായി വരികയാണോ മോശമായി വരികയാണോ എന്നതിൻ്റെ അവസാന വാക്ക് പറയാൻ വേണ്ടി ഈ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ 12 മണിക്കൂറുകൾക്ക് ശേഷം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാം ജയലളിത ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെന്നൊരു പ്രത്യാശ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. സൗമ്യ, ഒരുപക്ഷെ നിലവിൽ ആളുകൾ ഒരു പാനിക്കായ ഒരു അവസ്ഥയിലാണ്. കാരണം രാജീവ്, ഒരുപക്ഷെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ, മറ്റ് തമിഴ് മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു, അതനുസരിച്ച് നമ്മൾ ആ വാർത്തയുടെ ഡീറ്റെയിൽസിലേക്ക് പോയി ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു വാർത്ത സ്ഥിരീകരിക്കാതെ വന്നതോടുകൂടി നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്തയിൽ പിൻവലിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴും ഈ സാധാരണക്കാരായ ജനങ്ങൾ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതായത് അവർക്കിപ്പോഴും വേണ്ടത് ഒരുപക്ഷെ വ്യക്തമായ ഒരു ക്ലാരിറ്റി വരുത്തലാണ്. അവർ ഈ മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞതുകൊണ്ട് മാത്രം തൃപ്തരാകുമോ? ഒരുപക്ഷെ AIADMK നേതാക്കൾ തന്നെ, അല്ലെങ്കിൽ അതുപോലെ വിശ്വസ്തരായ ഒരുപക്ഷെ പന്നീർസെൽവം പോലെയുള്ള വിശ്വസ്തരായ നേതാക്കൾ തന്നെ ഒരുപക്ഷെ പറഞ്ഞാലല്ലേ ഇവർ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു വിശ്വസിക്കുകയുള്ളൂ? തീർച്ചയായിട്ടും സൗമ്യ, ഇനി പാർട്ടി നേതാക്കൾ തന്നെയാണ് പറയേണ്ടത്. കാരണം പാർലമെന്ററി പാർട്ടി നേതാവായി പന്നീർസെൽവത്തെ തെരഞ്ഞെടുക്കുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അവസാന ഹോപ്പും ഇല്ലാതായി എന്ന തരത്തിലുള്ള ആശുപത്രി അധികൃതരുടെയും ഒപ്പം തന്നെ ഡോക്ടർമാരുടെയും ട്വീറ്റും സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റുകളും പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് AIADMK ഇത്തരത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവിനെ ജയലളിതയല്ലാതെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പന്നീർസെൽവത്തെ നിലവിൽ ജയലളിത
വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒ പന്നീർസെൽവത്തെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കുകയും ഒരു പക്ഷേ ജയലളിതയുടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടാകുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായി തന്നെ തെരഞ്ഞെടുക്കാൻ ഉതകും വിധമാണ് പാർട്ടി യോഗം 6 മണിക്ക് വെച്ചിരുന്നത്. അത് 7 മണിയിലേക്ക് വീണ്ടും മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പാർട്ടി ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. അപ്പോളോ ആശുപത്രിയിലും നിരവധി പ്രമുഖരുണ്ട്. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചേർന്നതായി നമ്മൾ ഇപ്പോൾ അറിയുന്നു. ഈ പശ്ചാത്തലമൊക്കെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ രാജീവ്, നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിനുള്ളിൽ നിന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളെ റിപ്പോർട്ടർമാർ തരുന്നത് പ്രകാരം അതായത് ഈ പലർക്കും നേരത്തെ തന്നെ പല സ്റ്റാഫുകളിൽ നിന്നുമൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നതൊക്കെ തന്നെയും തടഞ്ഞിരുന്നു. ഈ സാധാരണ ഈ അസിസ്റ്റന്റ് സ്റ്റാഫുകളിൽ നിന്നൊക്കെ മൊബൈൽ മേടിച്ചു വെക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല രോഗികളെയും അവിടെ നിന്ന് അടിയന്തരമായ ചികിത്സയുള്ള അതായത് അത്യാസന്ന നിലയിലുള്ളതല്ലാതെ മറ്റു രോഗികളെയൊക്കെ അവിടെ നിന്ന് മറ്റു ഹോസ്പിറ്റലുകളിലേക്കും ഒപ്പം തന്നെ ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ തന്നെയും മാറ്റി നിർത്തുക, അങ്ങനെയുള്ളൊരു നിർദ്ദേശങ്ങളൊക്കെ ചില അപൂർവമായ കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ നടക്കുന്നതായി ഉള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. സൗമ്യ, ഈ വാർത്തയും ഇപ്പോൾ പുറത്തു വന്ന ജയലളിതയുമായി ബന്ധപ്പെട്ട വന്ന അനിഷ്ടകരമായ വാർത്തയും ആശുപത്രിയുടെ ചില പ്രിക്കോഷൻസും കൂടി ചേർത്ത് വായിച്ചാൽ ഒരു പക്ഷേ ഇത്തരം മുൻകരുതലുകൾ ഇതുവരെ ഇല്ലാത്ത മുൻകരുതലുകൾ ആശുപത്രി അധികൃതർ എടുക്കുന്നതിലെ അസ്വാഭാവികത കൂടിയാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ എന്ന് നമുക്ക് പറയേണ്ടതായി വരും. കാരണം ആശുപത്രിയിൽ ആരും ഇന്റർനെറ്റ് ഉപയോഗിക്കരുത്, ആശുപത്രിയിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആശുപത്രി അധികൃതർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സാധാരണ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഈ അസ്വാഭാവികമായ നീക്കങ്ങളെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് മെഡിക്കൽ ബുള്ളറ്റിനിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ ധർമ്മം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ എന്താണ് ഔദ്യോഗികമായി പറയുന്നത് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിത്. എന്തായാലും വാർത്ത നൽകിയ ജയലളിത അന്തരിച്ചു എന്ന വാർത്ത നൽകിയ 2 തമിഴ് ചാനലുകൾ മാപ്പപേക്ഷിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മറ്റു ദേശീയ മാധ്യമങ്ങളടക്കം മലയാളത്തിലെ മാധ്യമങ്ങളടക്കം ആ അർത്ഥത്തിലേക്ക് വാർത്തകൾ തിരുത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും സൗമ്യ. പക്ഷേ സ്വാഭാവികമായും ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോഴും നമ്മൾ മറ്റ് പ്രദേശങ്ങളെ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് ആ വാർത്ത അത് ജനങ്ങളിലേക്ക് കൂടുതൽ അങ്ങനെ ടെലിവിഷൻ വഴി കൂടുതൽ എത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളെ കൂടുതൽ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഭരണകൂടത്തിനുണ്ട്. നമുക്കറിയാം ജയലളിത ഹോസ്പിറ്റലിലായതിനു ശേഷം ഒരു ഭരണസ്തംഭനത്തിലേക്ക് പോലും തമിഴ്നാട് പോയിരുന്നു എന്ന തരത്തിലേക്കുള്ള പല റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ കൂടുതൽ കേന്ദ്രസേന ഇറക്കിക്കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കണക്കിലുമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത്. അപ്പോളോ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഒരു ഘട്ടത്തിൽ പരസ്പരം ആക്രമിക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ തകർക്കുന്നു, ഹോസ്പിറ്റലിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോയൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ നിലവിലുണ്ടോ? സൗമ്യ, ഒരു ശരാശരി തമിഴിന്റെ ദ്രവീഡിയ വൈകാരികത എന്താണെന്ന് നമ്മൾ മുൻപൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത് MGRന്റെ കാലത്തായാലും അണ്ണാദുരൈയുടെ കാലത്തായാലും ഇപ്പോൾ കരുണാനിധിയോടും ജയലളിതയോടും ഉള്ളതുപോലെ ആയാലും ഒരു വല്ലാത്ത ഒരു വൈകാരികത തമിഴ് മക്കളിൽ നിന്ന് നമുക്ക് ദൃശ്യമാണ്. അത് സ്വന്തം ജീവനെ ത്യജിച്ചുകൊണ്ട് നേതാക്കളെ ആരാധിക്കുന്ന ഒരു പശ്ചാത്തലം. അത് സിനിമാ താരമായാലും രാഷ്ട്രീയ താരമായാലും എല്ലാ നേതാക്കളെയും അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറുള്ള ഒരു ജനതയാണ് തമിഴ് ജനത. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതൊരു വാർത്തയും വലിയ വിഷമങ്ങളാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുക. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിരവധി മലയാളികൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്, സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. കാരണം നിരവധി പേർ പല ഉപജീവന മാർഗങ്ങളുമായി തമിഴ്നാട്ടിലുണ്ട്. തിരിച്ച് തമിഴന്മാർ കേരളത്തിലും അത്തരത്തിലുണ്ട്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കാര്യങ്ങൾക്കും ഒക്കെ വലിയ നിയന്ത്രണം ഇപ്പോൾ അതിർത്തികളിൽ വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിലേക്കുള്ള ബസ് സർവീസുകളും മറ്റുമൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ. അവിടെയുള്ള വാഹനങ്ങളെ തിരിച്ചു വിളിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. കാരണം ഈ അതിവൈകാരികത ഒരു പക്ഷേ ഒരു ജനതയെ ഒന്നാകെ തന്നെ പൊട്ടിത്തെറിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നീങ്ങിയാൽ അത് വലിയ അനിഷ്ട സംഭവങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കുക. അതുകൊണ്ട് തന്നെ അതില്ലാതാക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അപ്പോളോ ആശുപത്രി അധികൃതർ ഇപ്പോൾ പുറത്തിറക്കിയത് എന്തായാലും ശ്ലാഘനീയമാണ്. കാരണം ഒരു വലിയ പാനിക് സിറ്റുവേഷനിൽ നിന്ന് തമിഴ് ജനത മാറിപ്പോകുന്നു എന്ന് വേണം കരുതാൻ. എങ്കിൽ പോലും ഇപ്പോഴും
ഒരു വലിയ പ്രശ്നങ്ങൾ ആശുപത്രിയുടെ മുമ്പിലും തമിഴ്നാടിന്റെ വിവിധ സ്ഥലങ്ങളിലുമായി നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാതെ വയ്യ. ADMK-യുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം വരുന്നുണ്ട്. അതായത് ഈ ആശുപത്രി അധികൃതർ പറഞ്ഞു, പക്ഷേ മെഡിക്കൽ ബോർഡിനെ പൂർണ്ണമായും വിശ്വസിക്കുക, അതിനെ ബന്ധപ്പെടുത്തിയ ഒരു നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിക്കുക തന്നെയാണ് ADMK നേതാക്കൾ ചെയ്തിരിക്കുന്നത്. അതായത് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഈ 12 മണിക്കൂർ വെയിറ്റ് ചെയ്യുക, അതുവരെ ആശുപത്രിക്ക് ചുറ്റും തടിച്ചുകൂടി നിൽക്കരുത് എന്നൊരു നിർദ്ദേശമാണ് ADMK നേതാക്കൾ നൽകിയിട്ടുള്ളത്. പക്ഷേ രാജീവ്, ഇവിടെ നമ്മൾ സുപ്രധാനമായും എടുത്തു കാണേണ്ട ഒരു വാർത്ത, ഇങ്ങനെ ഒരു മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ വരുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നലെ തൊട്ട് നടത്തിയിരുന്ന പല കാര്യങ്ങളും, ചില വലിയ അസ്വാഭാവികമായ കാര്യങ്ങൾ പലതും നടന്നു. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു, ഒരുപക്ഷെ അവർ ഒരു പരിധിവരെ റിക്കവർ ചെയ്തിരുന്നതാണ്, എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു. എംബോയുടെ സഹായത്തോടു കൂടി ജീവൻ നിലനിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക്, അത്രയും വേഴ്സ്റ്റായ കണ്ടീഷൻ പോകുന്നു. പല രീതിയിലുള്ള ഒരുപക്ഷെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും താറുമാറാകുന്ന രീതിയിലേക്ക് അവരുടെ ശരീരം പോയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. തുടർന്ന് ഈ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം, പിന്നെ ADMK മീറ്റിംഗ് വിളിക്കുന്നു, അല്ലെങ്കിൽ അടുത്തത് ആരാണ്, പിൻഗാമി ആരാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഇങ്ങനെയുള്ള നിരവധിയായ വിഷയങ്ങൾ കൂടി ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു ജയലളിതയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വാർത്തയോടൊക്കെ ചേർത്ത് വെച്ച് നോക്കേണ്ടതല്ലേ? സൗമ്യ, ഇന്ന് രാവിലെ മുതൽ തന്നെ അസ്വാഭാവികമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. കാരണം നേതാക്കൾ ഒന്നാകെ അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരവസ്ഥ, പനീർസെൽവത്തെ പോലുള്ള നേതാക്കൾ പരസ്യമായി വിതുമ്പുന്ന ഒരവസ്ഥ, ആശുപത്രിയിൽ വെച്ച് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്ന ഒരവസ്ഥ, ആ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ജയലളിതയ്ക്ക് പകരം ഒരാളെ തിരഞ്ഞെടുക്കുന്ന അവസ്ഥ, പനീർസെൽവത്തെ പാർലമെന്ററി പാർട്ടി നേതാവായി, അതായത് പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയായി അവരോധിക്കുക എന്ന് തന്നെയാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സാധ്യത. അതിനുശേഷം ഇത്തരത്തിൽ ആശുപത്രി അധികൃതരിൽ നിന്ന് ഉച്ചയോടുകൂടി വളരെ അതീവ ഗുരുതരം എന്ന രീതിയിലുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നു. ഇതുവരെ ഒറ്റയ്ക്ക് ഇത്തരത്തിൽ ട്വീറ്റ് ചെയ്യാത്ത ലണ്ടനിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ട്വീറ്റ് ചെയ്യുന്നു, തങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു, പക്ഷേ ഇപ്പോഴും സിറ്റുവേഷൻ വളരെ ബാഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ട്വീറ്റ് ചെയ്യുക. അതിന് തൊട്ട് പിന്നാലെ വീണ്ടും യോഗം ചേരും എന്നുള്ള പശ്ചാത്തലം ADMK-യുടെ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്നു. പിന്നീട് ഇത്തരത്തിൽ തമിഴ് ചാനലുകൾ ഇത്തരത്തിൽ വാർത്ത വരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ADMK ആസ്ഥാനങ്ങളിലും പാർട്ടി ഓഫീസുകളിലും ഒക്കെ തന്നെ കൊടി താഴ്ത്തി കെട്ടപ്പെടുന്നു. പിന്നീട് അക്രമ സംഭവങ്ങൾ ആരംഭിക്കുന്നു. അക്രമ സംഭവങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നു. ജയലളിതയുടെ ജീവിതം ഇപ്പോഴും ജീവനോടുകൂടി ജയലളിത ഇരിപ്പുണ്ട്. വളരെ ശക്തമായ രീതിയിൽ ഒരു സംഘം ഡോക്ടർമാർ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്ന് പറയുന്നു. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജയലളിതയുടെ ഔദ്യോഗിക വസതിയിലും കരുണാനിധി താമസിക്കുന്ന വസതിയിലും എല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ചെന്നൈ നഗരം അക്ഷരാർത്ഥത്തിൽ പോലീസ് കോട്ടയായി മാറിയിട്ടുണ്ട്. 15,000-ത്തിലധികം പോലീസുകാരെയാണ് റോഡിൽ വിന്യസിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തൊരു പോലീസ് കോട്ടയായിരിക്കും ചെന്നൈ നഗരം എന്നുള്ളത്. ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് തമിഴിൻ്റെ അതിവൈകാരികതയിലൂന്നിയുള്ള രാഷ്ട്രീയത്തോടും അതുപോലെ തന്നെ സിനിമയോടുമൊക്കെയുള്ള അവൻ്റെ പ്രേമം തന്നെയാണ്. അതിനെ വളരെ ജീവിതത്തോടെടുത്ത് അതിനെ ജീവിതം കൊണ്ട് പ്രതികരിക്കുക എന്ന തമിഴിൻ്റെ ആത്മബോധത്തെയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. സൗമ്യ, ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോളോ ഹോസ്പിറ്റലിൽ പോകുന്ന ഗ്രീംസ് റോഡ് പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ്. വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ അങ്ങോട്ട് വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി പൂർണ്ണമായും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഗ്രീംസ് റോഡിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ജനങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് ADMK നേതാക്കൾ, അതായത് ഈ ഹോസ്പിറ്റലിൽ പറഞ്ഞ 12 മണിക്കൂർ നിരീക്ഷിക്കണം, അതുവരെ വെയിറ്റ് ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് ADMK നേതാക്കൾ തന്നിട്ടുള്ളത്. രാജീവ്, ഒരുപക്ഷെ ഈ ഒരു വിഷയം, ജയലളിതയുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയത്തിനും ഒപ്പം തന്നെ തമിഴ്നാടിൻ്റെ പ്രത്യേകമായ ഒരു ശൈലിക്കും ഒക്കെ ഒരു സ്ഥാനമില്ലേ? നമുക്കറിയാം പല നേതാക്കളും ഇതിനോടകം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത നേതാക്കൾ, അല്ലെങ്കിൽ ആ വിധത്തിലൊക്കെ വലിയ രീതിയിൽ രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്ത നിരവധി നേതാക്കളുടെ മരണമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിനും അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു അവസ്ഥ, അതായത് ഇങ്ങനെ ഒരുപക്ഷെ അവരുടെ ആരോഗ്യം അതീവ ഗുരുതരമായി തുടരുമ്പോഴും ഇങ്ങനെ ഒരു കണ്ടീഷൻ ഒരുപക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ച്, തമിഴ്നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അതൊരു വ്യത്യസ്തമായ രീതിയിലായിരിക്കില്ലേ തമിഴകം കൈകാര്യം ചെയ്യുന്നത്? സൗമ്യ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്തായാലും
ഈ 12 മണിക്കൂർ എന്ന് വളരെ നിർണായകമാണ്. ഈ 12 മണിക്കൂർ കൊണ്ട് ആശുപത്രി പരിസരത്തെ ഓരോ ADMK പ്രവർത്തകനെയും പോലീസ് അവിടെ നിന്ന് ഒഴിവാക്കും. ഒരുപക്ഷെ ഹോട്ടലിന് നേരെ ഇപ്പം നമ്മൾ ചെറിയൊരു വാർത്തയല്ല, ചില മാധ്യമങ്ങളിൽ വന്ന വലിയ വാർത്തയെ ഈ ജനക്കൂട്ടം വളരെ വൈകാരികമായി ഉൾക്കൊണ്ടുകൊണ്ട് ആശുപത്രി ആക്രമിക്കുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയി. ഇതൊരു മുൻകരുതലായി പോലീസ് ഇപ്പോൾ ഉൾക്കൊണ്ടു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇനി ആശുപത്രി പരിസരത്ത് ഒരാളെയും നിൽക്കാൻ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അവിടേക്കുള്ള വാഹനമായി നിയന്ത്രിക്കും. അതുപോലെ തന്നെ ആ പരിസര പ്രദേശത്തുള്ള സംഘം ചേരലിനെ നിയന്ത്രിക്കും. ആശുപത്രിയെ ആക്രമിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ആദ്യമായി പോലീസ് അവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും സൗമ്യ. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും കൂടുതൽ CRPF സേനയെ വിന്യസിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഏതായാലും കാര്യങ്ങൾ കൂടുതൽ ഒരുപക്ഷെ നിയന്ത്രണ വിധേയമാകില്ല എന്നൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഈ അപ്പോളോ ആശുപത്രിക്ക് മുൻപിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇങ്ങനെ ഒരു വാർത്ത സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്ന ഒരു കാര്യങ്ങളൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണോ? സൗമ്യ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലയിടങ്ങളിലും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. അത് തമിഴ്നാടിൻ്റെ വിവിധ മേഖലകളിലുണ്ട്. ഇപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് അപ്പോളോ ആശുപത്രിയുടെ മുമ്പിലാണ്. അപ്പോൾ അപ്പോളോ ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് എല്ലാവരെയും മാറ്റുക എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് വളരെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ആശുപത്രി ആക്രമിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവും. ഈ ഒരു വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ആശുപത്രി ഭാഗികമായി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അധികൃതർ ഇപ്പോൾ ഈ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകരെയും ആശുപത്രിക്ക് മുന്നിൽ നിന്ന് മാറ്റി മാത്രമേ അടുത്ത നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ സൗമ്യ. ഏതായാലും ഈ ഒരു വിഷയത്തിൽ, അതായത് പ്രത്യേകിച്ചാണെങ്കിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഗവർണറോട് സംസാരിക്കുകയുണ്ടായി. ഗവർണറോട് അവിടെ തുടരണമെന്ന് പറയുന്നു. ഉച്ചയോടുകൂടി ഗവർണർ അവിടെ എത്തിപ്പോയി കുറേ നേരം അവിടെ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായി. വെങ്കയ്യ നായിഡു അടക്കമുള്ളവർ അവിടെ എത്തുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ഇവിടെ ഇടപെടുന്നു. ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും മറ്റു പല സിറ്റുവേഷനുകളിലും ഇടപെടാത്ത രീതിയിലുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലവിൽ തമിഴ്നാട് ഫേസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും തമിഴ്നാട്ടിൽ കൂടുതൽ കേന്ദ്രസേന ഇറങ്ങേണ്ട അവസ്ഥ തന്നെയാണ് ഉള്ളത്. അത് ഒരുപക്ഷെ ഇതൊരു ടെസ്റ്റ് ഡോസായി കണ്ടാൽ മതി. ഇപ്പോൾ തന്നെ ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ അക്രമങ്ങൾ അരങ്ങേറുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഇനി അപ്പോളോ ആശുപത്രിയെ പൂർണ്ണമായും സുരക്ഷിത വലയത്തിലാക്കുക എന്നായിരിക്കും ആദ്യമായി ചെയ്യാൻ പോവുക. ഒപ്പം തന്നെ ചെന്നൈ പോലെയുള്ള പ്രധാന പട്ടണങ്ങളിൽ തെരുവുകളിൽ ഒരു യുദ്ധകളമാകുന്ന ഒരു പശ്ചാത്തലം ഇല്ലാതാക്കുക, നേതാക്കൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക, ഇതിനൊക്കെ തന്നെ വലിയ ഒരു പോലീസ് സേനയുടെയും ആവശ്യമുണ്ട്. അത് കേന്ദ്ര സേന കൂടുതൽ ആവശ്യം വരുന്ന പശ്ചാത്തലമുണ്ട്. കേന്ദ്രസേനയെ എത്തിക്കാൻ തന്നെ സമയം വേണം. ഈ സമയം ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇനി വേണ്ടത്. 12 മണിക്കൂർ കൂടി ജയലളിതയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അവിടെ എത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇനി ആശുപത്രി ഉരുക്കുകോട്ടയിലായിരിക്കും. പോലീസിൻ്റെ വലിയ മതിലായിരിക്കും അവിടെ പ്രവർത്തകന് മുന്നിൽ ഉണ്ടാവുക. തടിച്ചുകൂടപ്പെടുന്ന ഓരോ പ്രവർത്തകനെയും അവിടെ നിന്ന് മാറ്റും എന്നുള്ളത് വ്യക്തമാണ് താനും സൗമ്യ. ഇപ്പം നിലവിലെ ഒരു സാഹചര്യം, ഒരുപക്ഷെ ഈ ഒരു മെഡിക്കൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ശരീരം അങ്ങേയറ്റം കൺട്രോൾ ചെയ്യാൻ, അതായത് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് എഗ്മോയുടെ ഉപയോഗം വേണ്ടിവരിക. ഈ ഒരു പശ്ചാത്തലത്തിലും ഒപ്പം തന്നെ ഡയബറ്റിക്സ് അടക്കമുള്ള കണ്ടീഷൻ വളരെ വേഴ്സ്റ്റ് ആയിട്ടാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെയും ജയലളിതയുടെ ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒരുപക്ഷെ കൂട്ടുകയല്ലേ? ഇത് എത്രത്തോളം ആശ്വാസജനകമാണ് ഇങ്ങനെയൊരു വാർത്ത വന്നുവെങ്കിൽ കൂടിയും? സൗമ്യ, വാർത്ത എന്തായാലും ചാനലുകൾ പിൻവലിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ ഏറ്റവും നിർണായകമാവുക ഇത്തരത്തിൽ ആശുപത്രി പരിസരത്ത് നിന്ന് പ്രവർത്തകരെ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള സമയം വേണം. ഒപ്പം തന്നെ കൂടുതൽ കേന്ദ്രസേന സംസ്ഥാനത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. അതിനുള്ള സമയം കൂടി അധികൃതർക്ക് വേണം എന്നുള്ളത് വളരെ കൃത്യമാണ് സൗമ്യ.
ഏതായാലും നിലവിലെ റിപ്പോർട്ടുകൾ, അതായത് നിരവധിയായ തമിഴ് മാധ്യമങ്ങളാണ് ജയലളിത അന്തരിച്ചതായുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ബിബിൾ TV അടക്കമുള്ള മാധ്യമങ്ങൾ ഈ തമിഴ് ചാനലുകളെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് തമിഴ് ചാനലുകൾ അങ്ങനെ ഒരു വാർത്ത നൽകിയിരുന്നത് ഉയർന്ന AIDMK നേതാക്കളുടെ ഭാഗത്തു നിന്നും ലഭിച്ചൊരു വാർത്തയുടെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. രാജീവ്, ഒരുപക്ഷെ അങ്ങനെ ഒരു വാർത്ത വരുന്നൊരു പശ്ചാത്തലത്തിലാണ് അപ്പോളോ ഹോസ്പിറ്റൽ തന്നെ ഈ കാര്യം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നും ഒരു തീരുമാനം വരുന്നത്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക്, അതായത് AIDMKയുടെ ആസ്ഥാനത്ത്, അതായത് റായ്പേട്ടയിലെ പ്രധാന ആസ്ഥാനത്ത് പോലും ഇങ്ങനെ ഒരു വാർത്ത കൺഫേം ചെയ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്തയായിരുന്നു പ്രചരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലല്ലേ കൊടി താഴ്ത്തിക്കെട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ? സൗമ്യ, അത് തീർച്ചയായിട്ടും പാർട്ടി ഓഫീസിൽ കൊടി താഴ്ത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ അണികൾ സ്വമേധയാ അത് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുക വയ്യ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കാര്യം, ഈ വാർത്തയുടെ തുടക്കം ഒറിജിൻ എവിടെ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഈ വാർത്തയുടെ ഒറിജിൻ AIDMK നേതാക്കളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് ഇതിനെ തുടർന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമല്ലാത്തൊരു പശ്ചാത്തലത്തിലേക്ക് പോകുന്നൊരു പശ്ചാത്തലത്തിൽ അപ്പോളോ ആശുപത്രി അധികൃതർ ഒരു വലിയ ആശ്വാസം നൽകിയിരിക്കുകയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത് ഇറക്കിയതിലൂടെ. എന്തായാലും ഈ 12 മണിക്കൂർ സമയം എന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയാണ് സൗമ്യ. ഈ സാധാരണ ഒരുപക്ഷെ 12 മണിക്കൂറിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുടെ ഒരു സ്ഥിരീകരണമൊക്കെ അപ്പോൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ വെങ്കയ്യ നായിഡു അടക്കമുള്ള മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഉന്നതരുടെ ഒക്കെ ഒരു പ്രസൻസ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ ഡോക്ടർമാർ ചർച്ച നടത്തുകയും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുമായിരിക്കും. തീർച്ചയായിട്ടും ഇനി ആശുപത്രി അധികൃതരുമായി ഇപ്പോൾ എന്തായാലും AIDMK നേതാക്കൾ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാകും. ഈ AIDMKയുടെ നിർണായക യോഗം തന്നെയാണ് ഇനി കാത്തിരിക്കേണ്ടത്. നമ്മൾ അതിലെ യോഗ തീരുമാനങ്ങൾ എന്താകും എന്ന് തന്നെയാണ് കാത്തിരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത് വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് തമിഴ്നാട് രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയായി തമിഴ്നാടിനെ പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതിവൈകാരികമായി ഇത് പൊളിറ്റിക്കൽ സംഭവവികാസങ്ങളോട്, രാഷ്ട്രീയ സംഭവവികാസങ്ങളോട് പ്രതികരിക്കുന്ന ജനതയെ എങ്ങനെ നിയന്ത്രിക്കും എന്നറിയാതെ തന്നെ വലിയ ആശങ്കയിലാണ് ഭരണകൂടം എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു സൗമ്യ. അവിടെ നമ്മൾ കാണേണ്ടത് ഒരുപക്ഷെ തമിഴ് ജനത ഈ ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുകൂടിയാണ്. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ 4 പേർ അറ്റാക്ക് വന്ന് മരിച്ചു. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 2 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത്, പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ജയലളിത ജയിലിൽ പോയ ഒരു സാഹചര്യത്തിൽ പോലും ആ ഒരു വിധത്തിലായിരുന്നു കാര്യങ്ങൾ ആളുകൾ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. പലരും ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. ഒരുപക്ഷെ ഇത്തരം ഒരു അവസ്ഥയൊക്കെ കൂടി കണ്ട് കൂടുതൽ ഇടങ്ങളിലേക്കുള്ള ഒരു സുരക്ഷ ഒക്കെ ഇന്നലെ തന്നെ ഒരുക്കുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഒരുപക്ഷെ നിയന്ത്രിക്കുക എന്നത് എത്രത്തോളം ശ്രമകരമായിരിക്കും? സൗമ്യ, വലിയ ഒരു പോലീസ് നിരയെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തെ അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഒരുപക്ഷെ ഇപ്പോഴുള്ള ഈ പോലീസ് സേന പോരാ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഈ വാർത്തയെ തുടർന്നുണ്ടായത്. അതിന് ഇനി കൂടുതൽ പോലീസ് സേനയെ മുന്നോട്ട് കൊണ്ടുവരുന്ന, സംസ്ഥാനത്ത് വിന്യസിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതോടുകൂടി താൽക്കാലികമായ ഒരു ആശ്വാസം തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രേക്ഷകരുടെ, അണികൾക്ക്, ആരാധകരുടെ പ്രതികരണം തീർച്ചയായിട്ടും അത്തരത്തിലുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൗമ്യ. പക്ഷെ അവിടെ തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപക്ഷെ നമുക്കറിയാം, ജയലളിതയെ ദേശീയ രാഷ്ട്രീയത്തിൽ ചിത്രീകരിക്കുമ്പോൾ അവരോടൊപ്പമുള്ള അഴിമതി വിഷയങ്ങളായാലും ഈ ജയിൽവാസം അടക്കമുള്ള വിഷയങ്ങളായാലും ഒക്കെ ചേർത്ത് വെക്കുമെങ്കിലും സാധാരണക്കാരായ തമിഴ്നാട്ടിലെ AIDMK അണികൾ മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് സാധാരണക്കാരായ സ്ത്രീകൾക്കും ഒക്കെ തന്നെയും ജയലളിത അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് ഒരു വികാരപരമായ ഒരു കാര്യം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലം കൂടി ആയിരിക്കില്ലേ ഒരുപക്ഷെ ഇത്രയും തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ സുരക്ഷ ഒരുക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? തീർച്ചയായും തടിച്ചുകൂടിയിട്ടുള്ള ജനങ്ങളെ ഒഴിവാക്കുക എന്ന് തന്നെയാണ് ആദ്യമായി പോലീസ് ചെയ്യാൻ പോകുന്നത്. ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ അപ്പോളോ ആശുപത്രി പരിസരത്തു നിന്നുള്ള എല്ലാ ആരാധകരെയും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിക്കും. ഒരുപക്ഷെ ചെറിയ തോതിൽ ബലപ്രയോഗം തന്നെ ഇക്കാര്യത്തിൽ വേണ്ടിവരും. എങ്കിൽ പോലും അതില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടാൽ ആശുപത്രി ആക്രമിക്കപ്പെടുന്ന സംഭവവികാസങ്ങൾ ഉണ്ടാവും. അത് വളരെ നിർണായകം തന്നെയാണ് ഇത്തരത്തിൽ ആ സംഭവവികാസങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത്. കാരണം നിരവധി പേർ അവിടെ ചികിത്സയിലുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. ഇതൊക്കെ കൂടി മുൻകൂട്ടി കണ്ടുള്ള സുരക്ഷാ മുൻകരുതലാണ് ഇനി എടുക്കാൻ പോകുന്നത് സൗമ്യ.
ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നതെന്നാണ്. അതിനുമപ്പുറത്തേക്ക് ആശുപത്രിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കുമോ ഇപ്പോൾ ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കം അല്ലെങ്കിൽ കൂടുതൽ രോഗികളെ അവിടെ നിന്ന് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ? തീർച്ചയായിട്ടും ആശുപത്രിക്ക് അകത്തും പുറത്തും കർശന നിയന്ത്രണങ്ങളാവും പോലീസ് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്തരത്തിൽ ഉള്ള ഒരു ചെറിയ ഒരു ചെറുതായി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ഉടനെ തന്നെ അക്രമാസക്തരാകുന്ന ഒരു കൂട്ടം അണികളാണ് ആശുപത്രിക്ക് മുന്നിലുള്ളത് എന്ന ബോധ്യം ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മരിച്ചതായി വാർത്ത വന്ന അത് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അക്രമം തുടങ്ങിയ അണികളാണ് ആശുപത്രിക്ക് മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് സെക്യൂരിറ്റി ഫോഴ്സിന് ചെയ്യുക. ഇവരെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റാനും കിലോമീറ്ററുകൾ ആശുപത്രിയുടെ ചുറ്റും പരിസരത്തുള്ള സ്ഥലങ്ങൾ ഒരുപക്ഷെ ബന്ദോബസ്തിലാക്കാനും പോലീസ് നീക്കം നടത്തും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയുള്ള അടുത്ത മെഡിക്കൽ ബുള്ളറ്റിന് മുമ്പ് തന്നെ ഇത്തരം സംഭവവികാസങ്ങളൊക്കെ തന്നെ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗമ്യ, ഏറ്റവും പുതിയൊരു വാർത്ത വന്നിട്ടുള്ളത് AIADMK നേതാവ് മധുസൂദനൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം, അതായത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, അതിനുശേഷം AIADMKയുടെ പ്രധാന ഓഫീസിൽ റായ്പേട്ടയിലെ ഓഫീസിൽ പോലും കൊടി താഴ്ത്തി കെട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് അപ്പോളോ ഹോസ്പിറ്റൽ, അതായത് പല നേതാക്കൾക്കും ഹോസ്പിറ്റലിൽ പോയി ജയലളിതയെ കാണാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ലായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ സ്മരിക്കേണ്ടതാണ് ഈ ഒരു ഘട്ടത്തിൽ. ഇത് AIADMK നേതാവ് പറഞ്ഞിട്ടുള്ളത്, ഇനി അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നും ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തങ്ങളെ വിളിച്ച് അറിയിക്കുകയോ ചെയ്യാതെ അവിടെ പോയി നിൽക്കേണ്ട എന്നൊരു തീരുമാനം AIADMK നേതാക്കൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് രാജീവ്. അതായത് നേതാക്കളെ തന്നെ ഇത്തരത്തിൽ പോലീസിൽ വലിയൊരു ഫോഴ്സ് ഉപയോഗിക്കാതെ നേതാക്കളെ കൊണ്ട് തന്നെ ഇങ്ങനെ ഇക്കാര്യങ്ങളിൽ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്, അതുപോലെ തന്നെ അധികൃതർ ഉള്ളത്. സർക്കാർ തന്നെ ഇതിന് മുൻകൈയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് പറയാനുള്ളത്. കാരണം AIADMK നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് ആശുപത്രി പരിസരത്ത് നിന്ന് ആരാധകരെ, അണികളെ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നീങ്ങും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അനിഷ്ട സംഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയുള്ള മുൻകരുതൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സൗമ്യ, ഒപ്പം തന്നെ ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതായത് പല ഷോപ്പുകളൊക്കെ തടയാൻ നിർബന്ധിച്ച് അല്ലെങ്കിൽ അടയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല ഹോട്ടലുകളും അടഞ്ഞു കിടക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ പല ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ജയലളിതയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, അമ്മ ഹോട്ടലുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം AIADMK നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ AIADMKയുടെ മീറ്റിംഗിൽ ഇപ്പോൾ ഉണ്ടാകുന്നതായാണ് വിവരങ്ങൾ. മീറ്റിംഗ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി അതിൻ്റെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ കാണേണ്ടി വരും നമ്മൾ. ഇനി എന്താണ് അടുത്ത സ്റ്റേജ് എന്നുള്ളത് നമുക്ക് പറയുക വയ്യ. എന്തായാലും പനീർസെൽവം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് നമുക്ക് കാണുന്നത്. അത് ഇനിയുള്ള മണിക്കൂറുകളിൽ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് തുടരുന്നതെന്ന് ഇനി അടുത്ത മെഡിക്കൽ ബുള്ളറ്റിനോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യോഗം വളരെ നിർണായകമാണ്. സൗമ്യ, ഏതായാലും നേരത്തെ തന്നെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഈ ഇന്നലെ തന്നെ എങ്കിൽ ഇന്നൊക്കെ തന്നെ നടന്നിരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ഇനി ആര് മുഖ്യമന്ത്രി പദത്തിലിരിക്കും അല്ലെങ്കിൽ ആര് ജയലളിതയുടെ പിൻഗാമിയാകും എന്ന തരത്തിലൊക്കെയുള്ള ഒരു ചർച്ചകളായിരുന്നു. നിലവിലും നമുക്കറിയാം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന ഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ ജയലളിത ജയിലിലായിരുന്ന ഒരു ഘട്ടത്തിൽ പോലും പനീർശെൽവം എങ്ങനെയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ജയലളിത തന്നെ മുഖ്യമന്ത്രിയാക്കി നിർത്തിക്കൊണ്ട് ഭരിക്കുന്ന ഒരു കാര്യത്തിലേക്കായിരുന്നു, അങ്ങനെ പോലും ആയിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. അതുകൊണ്ട് ഇനിയുള്ള തീരുമാനങ്ങൾ, ഇനിയും ഭരണപരമായി അല്ലെങ്കിൽ നയപരമായി ഒക്കെ AIADMK എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു ഏറ്റവും പുതിയ വാർത്ത കൂടി വരുന്നു, ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം ദുർഘടമായിരിക്കും AIADMKയെ സംബന്ധിച്ചിടത്തോളം? പ്രത്യേകിച്ച് അവിടെ AIADMKയ്ക്ക് ഒരു നേതാവേ ഉള്ളൂ, അത് ജയലളിതയാണ്. സൗമ്യ, തനിക്കൊരു പിൻഗാമി, ഒരു തന്നോടൊപ്പമുള്ള തനിക്കൊപ്പമുള്ള ഒരു പിൻഗാമിയെ ഇല്ല, വാഴ്ത്താതെ തന്നെയാണ് അല്ലെങ്കിൽ പിൻഗാമിയെ വളർത്താതെ തന്നെയാണ് ജയലളിത ഈ സമയം ഇപ്പോൾ ജീവനോടുകൂടി ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന അവസാന ഘട്ടം ഉള്ളത്. വളരെ അതീവ ഗുരുതരമെന്ന് ആശുപത്രി തന്നെ വിശേഷിപ്പിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ജയലളിതയ്ക്ക് ശേഷം ആര് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയായി ഉയരുന്നുണ്ട്. പനീർസെൽവമാണ് ഒരു നാച്ചുറൽ പിൻഗാമി എന്നിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനെ എത്രത്തോളം ബാക്കി നേതാക്കൾ ജയലളിത ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അംഗീകരിക്കുമെന്നുള്ളത് പറയുക വയ്യ.
എന്തായാലും ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഇനി ഈ അടുത്ത 12 മണിക്കൂറുകൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ സൗമ്യ. അതായത് ഇനി ഒരു 12 മണിക്കൂർ കാത്തിരുന്നുകൊണ്ട് പൂർണ്ണമായും ജനങ്ങളെ നിയന്ത്രിക്കുക എന്നതായിരിക്കുമോ തമിഴ്നാട് നേരിടുന്ന ഏറ്റവും പ്രധാനമായ ദൗത്യം? തീർച്ചയായിട്ടും ഇനി ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒരു സമാധാനപരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ക്രമസമാധാന നില തകരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ തന്നെയായിരിക്കും ഇനി എടുക്കുക തീർച്ചയായും. രാജീവാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തമിഴ്നാട് മുഖ്യമന്ത്രി അന്തരിച്ചതായി ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. AIDMKയുടെ മുതിർന്ന നേതാക്കളെ കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ ഇതേ തുടർന്ന് ഈ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് പീപ്പിൾ TV അടക്കമുള്ള വാർത്തകൾ തമിഴ് മാധ്യമങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാർത്ത നൽകിയിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള വാർത്ത സ്പ്രെഡ് ചെയ്തൊരു പശ്ചാത്തലത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് സ്പ്രെഡ് ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അപ്പോളോ ഹോസ്പിറ്റൽ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുകയുണ്ടായി. ജയലളിത മരിച്ചു എന്ന തരത്തിൽ വരുന്ന വാർത്തകൾ അസത്യമാണ്. ഇപ്പോഴും ഇഗ്നോയിൽ കഠിന പ്രയത്നത്തിൽ അപ്പോളോ ഹോസ്പിറ്റലിലെയും ഒപ്പം എയിംസിലെയും വിദഗ്ധ ഡോക്ടർമാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവന് വേണ്ടി എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി മെഡിക്കൽ റിപ്പോർട്ട് ആ വിധത്തിലാണ് അപ്പോളോ ഹോസ്പിറ്റൽ പുറത്തിറക്കിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണ് എന്ന് AIDMK നേതാക്കളും വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് AIDMKയുടെ ആസ്ഥാനത്ത് ഫ്ളാഗ് താഴ്ത്തിക്കെട്ടുന്നതടക്കം ദുഃഖസൂചകമായി ഫ്ളാഗ് താഴ്ത്തിക്കെട്ടുന്നതടക്കം ഒപ്പം കറുത്ത കൊടികൾ കെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. എന്നാൽ അപ്പോളോ ഹോസ്പിറ്റലിൽ ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വന്ന ശേഷം കൊടികൾ വീണ്ടും ഉയർത്തിക്കിട്ടിയിരുന്നു. ഇനി 12 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. 12 മണിക്കൂറിന് ശേഷം എന്തെങ്കിലും പറയാമെന്നൊരു നിലപാടാണ് അപ്പോളോ ഹോസ്പിറ്റൽ അധികൃതർ എടുത്തിട്ടുള്ളത്. അതിനുശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മതി എന്നൊരു നിലപാടിൽ തന്നെയാണ് AIDMKയും ഉള്ളത്.